ഇത് നമ്മുടെ തൊടുകില് ഉണ്ടായ വെള്ളരിയും പച്ചപ്പയറിന്റെ ഇലയുമാണ് പൊന്നു. ഇത് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ വേണ്ടി അച്ഛമ്മ വലിച്ചിട്ട് വരികയാണ്. ഇത് വളവിടാണ്ട് ഉണ്ടാക്കിയതല്ലേ. എടുത്താങ്കോ. ഇനി ഒരുപാട് സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. ഒക്കെ അച്ഛമ്മ കാണിച്ചു തരാ. ശംഖുപുഷ്പം ഒരുപാട് ഗുണങ്ങളുണ്ട്. നമുക്കത് ചായ ഉണ്ടാക്കി കുടിക്കാം. നല്ല ഷുഗറിനൊക്കെ നല്ലതാണ്. അതുകൊണ്ടാണ് അച്ഛമ്മ ഇത് കൂടുതലും ഉണ്ടാക്കിയിരിക്കണത് കേട്ടോ തങ്കോ. ഇനി വേറെ ചെടികളൊക്കെ ഉണ്ട്, വാ കാണിച്ചു തരാ. ഇത് ചങ്ങലപ്പെരണ്ടാ പറയൂടി തങ്കോ. ഇത് നല്ല ചെടിയാണ്. ഇതിന് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട്, മനസ്സിലായില്ല. അതുകൊണ്ടാണ് അച്ഛമ്മ ഒരു ചീസ് കൊണ്ട് വെച്ചതാണ്. അതിപ്പോ പടർന്ന് പന്തലിച്ച് ഇതാ കണ്ടില്ലേ. ഇത് ചമ്മന്തിയൊക്കെ അരച്ച് കഴിച്ചാൽ വയറിനൊക്കെ നല്ലതാണ്. വയറിലുള്ള എല്ലാ അൾസർ അടക്കം ഇത് മാറുന്ന ഒരു സാധനമാണ് കേട്ടോ പൊന്നോ. അതുകൊണ്ടാണ് പൊന്നോ. ഇതാ ഇത് നോക്കിയാ നമ്മുടെ കറിവേപ്പിലയാണ്. നല്ല തഴച്ച് വളർന്നിരിക്കുന്നതുണ്ടാ. കുറച്ച് പറിച്ച് നമുക്ക് കോയമ്പത്തൂർ കൊണ്ടുപോകാട്ടാ. വളമിടാതെ ഉണ്ടാക്കിയതാണ്. അതാണ് അച്ഛമ്മ എപ്പോഴും വേനൽക്കാലത്തൊക്കെ വെള്ളമൊഴിച്ച് നിർത്തിയിരിക്കുകയാണ്. പക്ഷേ ഇതെന്താണെന്നറിയാമോ, ഇത് ചീരയാണ് കേട്ടോ. സാമ്പാർ ചീര പറയും. ഇത് ഉപ്പേരി ഉണ്ടാക്കി തരാട്ടോ അച്ഛമ്മ. ഇത് നല്ലതാണ്, നല്ല ഗുണമുള്ളതാണ്. ഇത് നമ്മുടെ ചെടിയിൽ ഒരു കുമ്പളം ഉണ്ടായതാണ്, കുമ്പളങ്ങ ഉണ്ടായതാണ് പൊന്നു. ഇത് കേട് വന്നോന്ന് നോക്കുകയാണ് അച്ഛമ്മ. വലിയ കുമ്പളങ്ങയാണ് കേട്ടാ. വളമൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല, എന്നാലും അത് നന്നായി വലുതായി വന്നിട്ടുണ്ട്. ഇത് പറിച്ചെടുത്തിട്ട് നമ്മൾക്ക് ഓണമാകുമ്പോൾ കറി ഉണ്ടാക്കാം. ഇത് നെല്ലിമരമാണ്. ആൻറ്റിക്ക് സ്കൂളിൽ പോകുമ്പോൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ് കിട്ടിയതാണേ. അത് അച്ഛമ്മ അവിടെ കൊണ്ട് വെച്ചപ്പോൾ പടർന്നു കായ്ക്കാറായിട്ടാ പൊന്നോ. ഇനി നമുക്ക് ചേന കാണിച്ചു തരാം. ബാ. എന്താണറിയോ, ചേനയാണ് കണ്ടാ. ഇതെന്താണ്, ചേനയൊക്കെ വലുതായ നമുക്ക് വലിയ വലിയ ചേന കിട്ടും. കളച്ചെടുത്ത് ഉണ്ണിക്ക് ഉപ്പേരി ഉണ്ടാക്കി തരാം. നിറയെ വെച്ചിട്ടുണ്ടേ. അച്ചാച്ചനും അച്ഛമ്മയും കൂടി വെച്ചതാണ് ഇതൊക്കെ കേട്ടാ. ഇത് പൊന്നോ, ഇത് മുരിങ്ങയുണ്ട് തങ്കോ. മുരിങ്ങ എനിക്കിഷ്ടമാണ് മുരിങ്ങ. ഇത് നമ്മുടെ അവിടെ നിറയെ ഉണ്ടാവും, മുരിങ്ങക്കായ ഉണ്ടാവും വലിയ മുരിങ്ങയിൽ. അതിൽ നിന്നൊരു കൊമ്പ് കൊണ്ടുവന്ന് അച്ഛമ്മ കുത്തി വെച്ചതാണ് കേട്ടാ. നിങ്ങൾക്ക് പോകുമ്പോൾ പറിച്ചു കൊണ്ടുപോകാം. ഇത് ഉണ്ടോ, ഇത് ചോളമാണ് പൊന്നോ. ഇത് ചോളമില്ലേ, ചോളം വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ആയിട്ടില്ല. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇത് ചോളമാകും. അടുത്ത പ്രാവശ്യം ഉണ്ണി വരുമ്പോഴേക്കും ഇത് ചോളമാകും കേട്ടോ. അച്ഛമ്മ പറിച്ചു തരാ. സൂപ്പർ അമ്മേ. ഇതാണോ ഗ്രാസ് സൂപ്പർ? താഴെ ഉണ്ട്. അതൊക്കെ എൻ്റെ മോനെ അച്ഛമ്മ വെച്ചതാണേ. എന്താണ്, പെട്ടെന്ന് കൊലയ്ക്കണ വാഴയാണ് കേട്ടാ. അതുകൊണ്ട് ഞാൻ ഇനി വരുമല്ലോ എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ വെച്ചതാണ് കേട്ടാ. ഉണ്ണിക്കിനി ഇതൊക്കെ കൊലച്ച് കഴിക്കാട്ടാ. ഇത് കണ്ടോ പിന്നോ, ഇത് ചൊരക്കയാണ്. ഇതും അച്ഛമ്മ ഉണ്ടാക്കിയതാണ് കേട്ടാ. ഇതൊക്കെ കായ്ക്കാനാവണതേ ഉള്ളൂ. ചൊരക്ക കാച്ചു കഴിഞ്ഞാൽ നമുക്ക്. അയ്യോ, എന്താ ചക്കയാണ്. നമുക്ക് നിറയെ കുഞ്ഞു ചെറിയ കുഞ്ഞ് പിന്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ നമുക്കത് പൊടുത്ത പോലെ ഉണ്ടാക്കാട്ടെ പഞ്ഞോ. ഇത് കടച്ചക്കയാണ്. ഇത് കടച്ചക്ക കുറച്ച് വലുതാവണം, എന്നാലേ ആവുള്ളൂ. ഇനി വലുതാകും പോലെ ഈ കടച്ചക്കയും വലുതാവും കേട്ടാ. ഇനിയുണ്ട്, ബാ കാണിച്ചു തരാം. ഇതൊക്കെ പയറാണ്. പയറല്ല വലിച്ചില്ലേ അച്ഛമ്മ അപ്പോഴേ. ഇതെന്നാണ് വലിച്ചത്. ഇതൊക്കെ പയറാണ്. അതൊക്കെ പയർ ഇതാ പൂക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അടുത്ത പ്രാവശ്യം വരുമ്പോഴേക്കും ഇതിലെല്ലാം കായാകും. ഇപ്പൊ പറിച്ച് കറി വെച്ച് തരാം കേട്ടാ. നാടൻ സാധനം. നമ്മൾ വാസന വളമൊന്നും ഇട്ടിട്ടില്ല, ചാറ് മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടാ. ഒക്കെ പയറാണ് കേട്ടാ. ഇതെന്താ കുഞ്ഞോ, ഇത് കോവവള്ളിയുണ്ട്. അച്ഛമ്മ 2 കോവവള്ളി കിട്ടിയപ്പോൾ അതുകൊണ്ട് വെച്ചതാണ്. അത് നന്നായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്കിതിന് പന്തലിട്ട് കൊടുത്തിട്ട് നല്ല കോവയ്ക്ക് ഉണ്ടാവും കേട്ടോ പഞ്ഞോ. വറുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. ബാ ഇനി വേറെ കാണിച്ചേക്കാം. അച്ഛമ്മ ഉണ്ടാക്കി കുത്തിയിട്ട വെണ്ടയ്ക്കാണ്. നിറയെ അച്ഛമ്മയും അമ്മൂമ്മയും കൂടെ കുത്തിയിട്ടതാണ് കണ്ട. നിറയെ വെണ്ട ഉണ്ടായിട്ടുണ്ട്. വെണ്ടയൊക്കെ പൂത്തിട്ടുണ്ട്. ഇനി നിറയെ വെണ്ടയുണ്ട്. അതൊക്കെ വെണ്ടയാണ്. ഇതൊക്കെ നമ്മൾക്ക് പറിച്ചിട്ട് കറി വെക്കാട്ടാ. നാടൻ വെണ്ടേനെ, ഒന്നും വളമിടാത്ത ബീൻസ്. എന്താ കുഞ്ഞത്, ഇതാ ബീൻസ് വന്നിരിക്കുന്നുണ്ടാ. ബീൻസ് ഇതൊക്കെ ഉണ്ണിക്ക് കറി വയ്ക്കാൻ വേണ്ടി അച്ഛമ്മ ഉണ്ടാക്കിയതാണ്. നന്നായിട്ടുണ്ടടി ബീൻസ്. ഇതാ കണ്ടാ, നിറയെ ബീൻസ് വന്ന് നിറയെ ചെടി വെച്ചിട്ടുണ്ട് അച്ഛമ്മ. അതാ ഇതൊക്കെ ബീൻസ് ചെടികളാണ് കേട്ടാ. ഇതൊക്കെ ഉണ്ടാക്കി.
ഇത് വള്ളിപ്പയറാണ് കുഞ്ഞോ, അത് കുറ്റിപ്പയറാണ്. ഇത് വള്ളിപ്പയറാണ്. ഓരോ പയറ് നല്ല നീളത്തിലുണ്ടാവും. കുറച്ച് പയറ് വലിച്ചാൽ തന്നെ നമ്മൾക്കൊരു കറുത്തുള്ളതാകും. വള്ളിപ്പയറാണ്. ഇത് മഞ്ഞളാണ്. അച്ഛമ്മ കുറെ എന്തെങ്കിലും ആവശ്യത്തിന് മഞ്ഞൾ വേണമെങ്കിലും പറഞ്ഞിട്ട് കുറച്ച് വെച്ചതാണ്. അതാ മുളച്ച് വരുന്നതേ ഉള്ളൂ. മഞ്ഞളാണ് കേട്ടാ. ഇത് കണ്ടോ ഞാൻ, ഇതെന്താണ് അറിയോ? ഇത് കൊത്തവരിയാണ്. കൊത്തവരിയാണ്. അതാ 2 കൊത്തവര ചെടി വെച്ചിട്ടുണ്ടാക്കുന്ന. ഇതൊക്കെ കായ്ക്കാൻ തുടങ്ങി, പൂക്കാറായി. അപ്പോൾ ഇതെന്താണെന്നറിയോ പിന്നെ? ചുണ്ടങ്ങയാണ്. ചുണ്ടങ്ങ കശക്കും. കുഞ്ഞു കഴിക്കുമെന്നറിയില്ല. നല്ല ഔഷധ ഗുണമുള്ളതാണ് കേട്ടാ. അതാണ് അച്ഛൻ നിർത്തിയിരിക്കണതേ. അതാണ്. കെന്നുവിന് മാങ്ങ വേണോ? നമ്മുടെ മൂച്ചിയിൽ എപ്പോഴും മാങ്ങയുണ്ടാവും ഈ മൂച്ചിയിലേ. അപ്പൊ കെന്നുവിന് മാങ്ങയുണ്ട്. 2 പറിച്ചു തരാം കേട്ടോ അച്ഛമ്മ. കോയമ്പത്തൂർ കൊണ്ടുപോവേ. കേട്ടോ അച്ഛമ്മ പറിക്കട്ടെ. അച്ഛമ്മ ഈ ചീര കുറച്ച് പറിച്ച് നിങ്ങൾക്ക് തരാന്ന് പറഞ്ഞിട്ടാണേ, പറിച്ചു കൊണ്ടുപോകാനാണ്. തഴുതാമയാണ് ഇത്. നല്ല ചീരയാണ് പൊന്നു. ഇത് ഞാൻ കുറച്ച് ഉണ്ടാക്കിയതാണ്. കണ്ട കുറച്ച് അതൊക്കെ എന്താ കണ്ട, ഒക്കെ അച്ഛമ്മ വഴുതിരിങ്ങത്തെ. ഇതൊരു പ്രത്യേകതരം വഴുതിരിങ്ങയാണ്. ഇലയിലൊക്കെ ഉള്ളു കണ്ടില്ലേ. അപ്പോൾ കുറേ വെറൈറ്റി വഴുതിരിങ്ങ അച്ഛമ്മ വെച്ചിട്ടുണ്ട്. ഇതാട്ടോ ഒക്കെ പൂത്ത് കഴിഞ്ഞതാ. വഴുതിരിങ്ങയൊക്കെ പൂത്ത്. ഇതൊക്കെ ഇനിയിപ്പോൾ കുറച്ച് ദിവസം കൊണ്ടൊക്കെ കാറ്റാൻ തുടങ്ങി. ഇതാ നമുക്ക് ദൈവം കാണിച്ചു. ഇത് കണ്ട പിന്നെ അമ്മേ, ഇതൊരു വെറൈറ്റി കുമ്പളമാണ് കേട്ടാ. ഇത് അച്ഛമ്മ വെച്ചതൊന്നുമല്ല, തനിയെ ഉണ്ടായതാണ്. നമുക്ക് നിറയെ നിറയെ പിന്തിട്ടുണ്ട് കേട്ടോ. അതില് നിറയെ പിന്ത് വരുന്നുണ്ട്. അവിടെയൊക്കെ ഇതുണ്ടല്ലോ, നിറയെ പിന്തുണ്ട്, നിറയെ കാറ്റൂട്ടാ. ഇത് മുളകാണ്. നീളമുള്ള മുളകാണ്. നമ്മൾ അവിടെ കണ്ടില്ലേ പൊന്നോ, അത് ചെറുതണ്ട. നീളമുള്ള മുളകാണ്. നിറയെ ഉണ്ടായിട്ടുണ്ട്. മൂത്തിട്ടില്ല. 2 ദിവസം കഴിഞ്ഞ് പറിക്കാം. ഇതാ ഒന്ന് പറിച്ച് വന്നതെന്നാ പിടിച്ചോ. നിറയെ ഉണ്ട്. നമ്മുടെ ആവശ്യത്തിന് നമുക്ക് കിട്ടും. വളവിടാത്ത സാധനങ്ങൾ ആവശ്യത്തിന് നമുക്ക് കിട്ടും കേട്ടാ. ഞാനിതാ ഈ ചീരയില്ല പൊന്നോ, ഇതൊരു സൈസ് ചീരയാണ്. കണ്ടാ, ഇത് ബോംബെ ചീരയെ പറയും. ഇത് നല്ലതാണ്, ഷുഗറിനൊക്കെ നല്ലതാണ്. അതുകൊണ്ട് അച്ഛമ്മ ഒരു കൊമ്പൂത്തി ഉണ്ടാക്കിയതാണേ. ഇതായോ പറിക്കാൻ നോക്കിയതാണ്. പറിക്കാൻ പറ്റിയ കുറച്ച് പറിച്ച് കറി വെക്കാൻ പറഞ്ഞിട്ട്. പറിക്കല്ല അച്ഛമ്മ, മൂത്തിട്ടുണ്ടാ നോക്കണത്. കണ്ട, ഇതൊക്കെ നമ്മുടെ വെള്ളരി പിന്തുകളാണ്. എത്രയാണ് കണ്ടില്ലേ, നിറയെ ഉണ്ട്. പച്ച തിന്നാണെങ്കിൽ തിന്നാ. ഇപ്പൊ 2 പച്ച പറിച്ച് കൊണ്ടുപോകാൻ നമുക്ക് വേണ്ടി പറിച്ച് നോക്കാമെന്ന് കാണിച്ചാ. അത് പറിക്കാത്ത കുഞ്ഞോ. പപ്പായ ആയിട്ടില്ല പൊന്നോ. പപ്പായ നിറയെ ആകുന്നണ്ട. കുഞ്ഞു 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 പിന്തുകളാണ്. പിന്നെ അടുത്ത പ്രാവശ്യം വരുമ്പോഴേക്കേ പപ്പായൊക്കെ വലുതാകും. അപ്പോൾ കൊണ്ടുപോകാട്ടാ. പപ്പായ ഉണ്ടാക്കിയിട്ടുണ്ട് അച്ഛമ്മ, നിറയെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടാ പപ്പായ. ഇത് കണ്ട പൊന്നോ, ഇത് ചീനിമുളകാണ്. അച്ഛമ്മ നിറയെ വെച്ചിട്ടുണ്ട്. ഇതാ ചീനിമുളക് കണ്ട വെച്ചിരിക്കണ. ഇതൊക്കെ ചീനിമുളകുകളാണ്. ഇതൊക്കെ എന്താണ് നിറയെ കായ്ക്കും കേട്ടാ. നമുക്ക് വളവിടാത്തത് കഴിക്കണം പറഞ്ഞിട്ട് വെച്ചുണ്ടാക്കിയതാണ്. മധുരക്കിഴങ്ങാണ്. എനിക്ക് നല്ല ഇഷ്ടമല്ലേ മധുരക്കിഴങ്ങ്. അതുകൊണ്ടാണ് അച്ഛമ്മ വെച്ചിരിക്കുന്നത്. മധുരക്കിഴങ്ങ് ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, പുഴുങ്ങി കഴിക്കുക കേട്ടാ. നിറയെ വെച്ചിട്ടുണ്ട് അച്ഛമ്മ. കണ്ട, ഇതൊക്കെ ഉണ്ണിക്ക് വേണ്ടി കുറച്ച് വെച്ചതാണ്. പിന്നോ ഇതെന്താന്നറിയോ? ഇതെന്താ പറ, പേരക്കയാണ്. കെന്നിന് ഇഷ്ടമല്ലേ. നല്ല പ്രോട്ടീനാണ് ഇതില്. പ്രോട്ടീനും എല്ലാം നല്ല ഒരുപാട് ഔഷധ ഗുണമുള്ളതാണ്. ഇലയും അതുപോലെ തന്നെ കായും. ഇത് എന്ത് ചെടിയാണെന്ന് അറിയോ പൊന്നോ? നമ്മുടെ കാലിലൊക്കെ മുറി വരുമ്പോൾ ഇത് പൊട്ടിച്ചിട്ട് ഇതിൻ്റെ പശി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ മുറിവ് ഉണങ്ങും. അപ്പം ഇത് അച്ചമ്മയ്ക്ക് ഒരവിടെ നിന്ന് കിട്ടിയപ്പോൾ വെച്ച് പിടിപ്പിച്ചതാണ് കേട്ടോ.